എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ മോൺസ്റ്റർ ആണെങ്കിൽ ചീഫിനെ തകർത്ത് ആളുടെ ആ ഒരു സ്ഥാനം അത് കയ്യേറിയിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഗോകു അവനാണെങ്കിൽ അപ്രീഷ്യസ് വാട്ടർ കുടിച്ച് പവർഫുൾ ആയി കഴിഞ്ഞു. അവന് ക്യാറ്റ് ആണെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് പുതിയൊരു ക്ലൗഡിനെ കൊടുക്കുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ മോൺസ്റ്റർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഷോക്കാവും. മറ്റൊരു ഭാഗത്ത് മാർഷൽ ആർട്സ് മാൻ ആളാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ട്രെയിനൊക്കെ ചെയ്ത് ഇപ്പോ മാസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചതിൽ മാസ്റ്റർ ആയിരിക്കുകയാണ്. അങ്ങനെ മോൺസ്റ്ററിനെ കൊല്ലാനായിട്ട് ഇപ്പോ അദ്ദേഹം അങ്ങനെ കടന്നുപോകും. മറ്റൊരു ഭാഗത്ത് ഗോക്കുവും മോൺസ്റ്ററിനെ തകർക്കാനായിട്ട് കടന്നു വരികയാണ്. ഇവിടെ മോൺസ്റ്റർ ആണെങ്കിൽ ഇവയിലൂടെ എല്ലാവർക്കും ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന എല്ലാ ക്രിമിനൽസിനെയും ഇന്ന് തന്നെ മോചിപ്പിക്കണം. ഈ ഒരു ലോകത്തിൽ ആരും തന്നെ തടവിൽ കിടക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. ഈ കാണുന്ന എൻ്റെ അസിസ്റ്റന്റ് അവനായിരിക്കും സെക്കൻഡ് റൂളർ. പറയുന്ന കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും അനുസരിക്കണം. ഇന്നത്തെ ദിവസമായിരിക്കും എൻ്റെ ഡേ, അതായത് ഞാൻ ഭരണമേറ്റ സെലിബ്രേഷൻ ഡേ ആയിട്ട് നിങ്ങൾ ഇന്ന് ആഘോഷിക്കണം. എല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. എനിക്കിഷ്ടമുള്ളവരെ ഞാൻ കൊല്ലും, എനിക്കിഷ്ടമുള്ളവരെ ഞാൻ കൂടെ നിർത്തും. നിങ്ങൾ സെലിബ്രേഷൻ സമയത്ത് സാധാരണ പടക്കങ്ങളൊക്കെ പൊട്ടിക്കാറില്ലേ, അതുപോലെ ഞാൻ ഈ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം കണ്ടെത്തി എൻ്റെ പവർ ഉപയോഗിച്ച് ആ സ്ഥലം തകർക്കും. അവിടെ ഉണ്ടാകുന്ന ആ ഒരു വലിയ പൊട്ടിത്തെറി അത് കണ്ട് ഞാൻ ആസ്വദിക്കുമെന്ന് പറയും. ഇവിടെ നമ്മുടെ ആൾക്കാർക്കും ആ ഒരു ന്യൂസ് കാണുന്ന എല്ലാവർക്കും പറയുന്നത് കേട്ട് ഒരുപാട് ദേഷ്യമൊക്കെ തോന്നുകയാണ്. ചീഫിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ആളങ്ങനെ എല്ലാ ഇമോഷൻസും കടിച്ചമർത്തി അങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. ഒരു കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ആ ന്യൂസ് കേട്ട് ഞെട്ടുകയാണ്. അവൾ അവളുടെ പപ്പയോട് നിങ്ങൾക്ക് ആ മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ലേന്ന് ചോദിക്കും. അതിനാൾ പറയും ഇല്ല, മോൺസ്റ്റർ വളരെ പവർഫുൾ ആണ്, നമുക്കെന്നല്ല ആർക്കും തന്നെ അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷേ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഗോകുവിനെ കുറിച്ച് പറയും, ഗോകുവിനെ കൊണ്ട് പറ്റും. പക്ഷെ അവളുടെ പപ്പയാണെങ്കിൽ അപ്പോഴും അത് പറ്റില്ല തന്നെ പറയും. പക്ഷെ അവളാണെങ്കിൽ ഉറപ്പിച്ചു പറയും എനിക്ക് ഗോകുവിനെ നന്നായിട്ട് അറിയാം, അവന് നല്ല പവറാണ്, തീർച്ചയായിട്ടും അവൻ നമ്മുടെ എല്ലാവരുടെ രക്ഷകനായിട്ട് ഇവിടേക്ക് വന്ന് ആ മോൺസ്റ്ററിനെ കൊല്ലും. അപ്പൊ അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ഗോകുവിനെ കാണിക്കും. ഗോകു ആണെങ്കിൽ പുതിയ ഫ്ലൈങ് നിംബസിൽ നല്ല സ്പീഡിൽ കടന്നു വരികയാണ്. കട്ട് ചെയ്താ ഇവിടെ ഉണ്ടപ്പനാണെങ്കിൽ ആ ക്ലൗഡ്സുകളെല്ലാം തന്നെ അല്പനേരം നോക്കും. അതിനുശേഷം ആ ക്യാറ്റിനോട് ചോദിക്കും ഗോകുവിനെ കൊണ്ട് ആ മോൺസ്റ്ററിനെ കൊല്ലാൻ പറ്റുമോ. അതിന് ക്യാറ്റ് പറയും അറിയില്ല, അതൊക്കെ വിധിയാണ്. ഒരു നല്ല പവറും സ്കില്ലും ഒക്കെ ഉണ്ട്, പക്ഷേ എന്താണ് നടക്കാൻ പോവാന്ന് നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഉണ്ടപ്പനാണെങ്കിൽ ടെൻഷൻ കൂടി വരും. ഓ നോ, ഗോകുവിന്റെ അവസ്ഥ അതെന്താവും. എനിക്കത് ഓർത്ത് ഒരുപാട് ടെൻഷനുണ്ട്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഇവിടം വരെ എത്തിയത്. എനിക്കും അവനെ സഹായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അതിലൊരു ഫ്ലൈങ് നിംബസിനെ എനിക്കും തരാൻ പറ്റുമോ. അതിന് ആ ക്യാറ്റ് ചിരിക്കും. ഫ്ലൈങ് നിംബസ് അത് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഒരു പ്യുവർ ഹാർട്ട് വേണം. ഗോകുവിന്റെ ഹാർട്ട് പ്യുവറാണ്, അതുകൊണ്ടാണ് അവനെ കൊണ്ടത് കഴിയുന്നത്. ഉണ്ടപ്പനാണെങ്കിൽ അത് കേട്ട് ചിരിക്കും. എൻ്റെ ഹാർട്ടും പ്യുവറാണ്, ഈ ബ്ലൂ സ്കൈ പോലെ. ഉറപ്പായാലും ഇതിലൊന്നിൽ കയറി റൈഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ ക്ലൗഡ്സിലേക്ക് എടുത്തു ചാടും. പക്ഷെ എന്താ, അടുത്ത നിമിഷം നമ്മുടെ ചക്കൻ ആ ക്ലൗഡ്സുകളിലൂടെ താഴേക്ക് വീഴുകയാണ്. ടാറ്റാണെങ്കിൽ അവന് ടാറ്റ ബൈബി ഒക്കെ കൊടുത്ത് അങ്ങനെ പറഞ്ഞയക്കും. കട്ട് ചെയ്താ ഇവിടെ താഴെ ജയന്റ് മാനും കുഞ്ഞിപ്പെണ്ണും അവരാണെങ്കിൽ ഫിഷുകളെ കമ്പിലൊക്കെ കോർത്ത് അങ്ങനെ അവറ്റകളെ ചുട്ട് കഴിക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ഉണ്ടപ്പൻ അവൻ അവിടേക്ക് വന്ന് അടിച്ചു വീഴുക. ജയന്റ് മാൻ ജസ്റ്റ് മിസ്സിനെ കുഞ്ഞിപ്പെണ്ണിനെ അങ്ങനെ പിടിച്ചു മാറ്റും. ഇവിടെ ഉണ്ടപ്പനാണെങ്കിൽ വന്നു വീണ വീഴ്ചയിൽ അവിടെ മുഴുവൻ കുഴിയാവുകയാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഓടി ഇപ്പോ ഉണ്ടപ്പന്റെ അടുത്തേക്ക് എത്തും. എന്തുപറ്റി, എന്താ ഉണ്ടായേ, നിന്റെ കൂടെ പോയ ഗോകു അവൻ എവിടെ, അവൻ എന്താ പറ്റിയേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഉണ്ടപ്പനാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഗോകു ഓക്കെയാണ്. അവൻ ആ മോൺസ്റ്ററിനെ തകർക്കാൻ അവിടേക്ക് പോയി കഴിഞ്ഞു. കട്ട് ചെയ്താ ഇവിടെ പേടകത്തിൽ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പോ ആ ഒരു മോൺസ്റ്ററിന്റെ സ്പീച്ച് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവനാണെങ്കിൽ ലോട്ടില് ഇത് സിറ്റിയാണ് അവൻ തകർക്കേണ്ടതെന്ന് തെരഞ്ഞെടുക്കും. സിറ്റി നമ്പർ 28. ബൊൽമയാണെങ്കിൽ അത് കേട്ട് ഞെട്ടും. കാരണം അവളുടെ പാരന്റ്സ് ഉള്ളത് 28ലാണ്. മാർഷൽ ആർട്സ് മാന്റെ ദേഷ്യമാണെങ്കിൽ 10 മടങ്ങാവും. മാസ്റ്ററിന്റെ പവർ അതുപയോഗിച്ച് ഉറപ്പായാലും ഞാൻ ഇവനെ കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞ് ഫുൾ സ്പീഡിൽ അവിടേക്ക് ഫ്ലൈ ചെയ്ത് പോകും. ബൊൽമയാണെങ്കിൽ ന്യൂട്ടിയിടയിൽ ഇപ്പൊ മാർഷൽ ആർട്സ് മാനെ കോണ്ടാക്ട് ചെയ്യും. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. ആ ഒരു മോൺസ്റ്റർ അവനിപ്പോ എന്റെ പാരന്റ്സ് താമസിക്കുന്ന ആ സിറ്റിയിലേക്കാണ് പോകുന്നത്. അവൻ ആ സിറ്റി നശിപ്പിക്കും. അതിനു മുൻപ് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യണം. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അവരെ സമാധാനിപ്പിച്ച് ഇപ്പൊ ആ സിറ്റി ലക്ഷ്യമാക്കി പോകും. കട്ട് ചെയ്താ ആ സിറ്റി കാണിക്കും. ജനങ്ങളെല്ലാവരും ഒരു ന്യൂസ് അറിഞ്ഞ് പാനിക്കായി ഓരോ ഭാഗത്തേക്ക് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. കാറുകളും വണ്ടികളും എല്ലാം തന്നെ പരസ്പരം കൂട്ടിയിടിച്ചും ജാമായും അവിടെ വലിയൊരു ബ്ലോക്ക് തന്നെ ക്രിയേറ്റ് ആവും. ജനങ്ങൾ പരസ്പരം തർക്കിച്ചും വഴക്ക് വെച്ചും ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ ആൾക്കാരുടെ ഇടയിൽപ്പെട്ട് അങ്ങനെ ഓരോ ഭാഗത്തേക്ക് ഇടിച്ചു വീഴും. ക്യാമറ അങ്ങനെ സൂം ചെയ്താ ഇപ്പൊ ബൊൽമയുടെ വീടിന്റെ ആ ഭാഗം കാണിക്കും. അവിടെയാണെങ്കിൽ ഒരു ലേഡി അവിടെ ഉണ്ടായിരുന്ന പെറ്റ്സുകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൊൽമയുടെ വീട്ടിൽ അവളുടെ പപ്പ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ചാക്കിലാക്കി ബുൽമയുടെ അമ്മയെ വിളിക്കും. അതിന് ബുൽമയുടെ അമ്മയാണെങ്കിൽ ഇപ്പോൾ ആളോട് പറയും, ഒരല്പസമയം വെയിറ്റ് ചെയ്യും, എനിക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ പാക്ക് ചെയ്യാനുണ്ട്. എൻ്റെ കറുമ്പി പൂച്ച ഇതിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് മുക്കിലും മൂലയിലും അതിനെ പരിശോധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതാണെങ്കിൽ ഇപ്പോൾ ബുൽമയുടെ അമ്മയുടെ പുറകിലൂടെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടി കളിക്കും. പപ്പയുടെ ദേഷ്യം അത് ഇരട്ടിയാവും. ഓ നോ, മോൺസ്റ്റർ എവിടേക്ക് വന്ന നമ്മുടെ എല്ലാവരുടെയും കഥ കഴിയും. അത് കേട്ട് ബുൽമയുടെ അമ്മയാണെങ്കിൽ തിരിഞ്ഞു നോക്കും. അവരുടെ തൊട്ടു പുറകിൽ ആ ഒരു കറുത്ത പൂച്ച. ബുൽമയുടെ അമ്മയാണെങ്കിൽ ഹാപ്പിയായി അതിനെ തൂക്കിയെടുക്കും. വാവ്, ഇനി ഒരിക്കലും എനിക്കിവിടെ വിട്ടിട്ട് പോകാനായിട്ട് കഴിയില്ല. നിങ്ങൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട സാധനങ്ങൾ എടുക്കാനായിട്ട് മറന്നോ? ആളാണെങ്കിൽ ഒരു സെക്കൻഡ് ആലോചിക്കും. അതിനുശേഷം പ്രധാനപ്പെട്ട എന്തോ ഒന്ന് മറന്ന കാര്യം ആൾ കണ്ടെത്തും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ബുൽമയെ ടീമിനെയും കാണിക്കും. അവരാണെങ്കിൽ ആ കൺഫ്യൂസ്ഡായി TV ന്യൂസ് ചാനൽ കാണുകയാണ്. ബുൽമയുടെ സിറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് കണ്ട് അവരുടെ ഭയം കൂടും. ആ മോൺസ്റ്ററുടെ അനൗൺസ്മെന്റ് അത് കഴിഞ്ഞതിന് ശേഷം ബുൽമയുടെ സിറ്റിയിലുള്ള എല്ലാവരും പാനിക്കാണ്. അവിടെയുള്ള ജനങ്ങളെല്ലാവരും സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പരസ്പരം അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ട്രാഫിക് ബ്ലോക്ക് തന്നെ അവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരുപാട് ആക്സിഡന്റും ഇതിനോടകം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ന്യൂസ് ഒക്കെ കണ്ട് ഒരുപാട് പാനിക്കാവും. അപ്പോഴായിരിക്കും അവർ ഞെട്ടിച്ചുകൊണ്ട് ഒരു ടീം അകത്തേക്ക് വരിക. അവരാണെങ്കിൽ ഗണ്ണും പമ്പൻ ആയുധങ്ങളൊക്കെ കാണിച്ച് നമ്മുടെ ആൾക്കാരെ ഭയപ്പെടുത്തുകയാണ്. പന്നിക്കുട്ടനാണെങ്കിൽ പേടിച്ച് ഇപ്പോൾ ഒരാളുടെ പിന്നിൽ അങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. ഹാൻസം ബോയ് ആണെങ്കിൽ നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്ത് വേണം ചോദിക്കും. അതിനവർ പറയും, ഞങ്ങൾ ഒരു ക്രിമിനൽ ടീമാണ്. നിങ്ങളുടെ കയ്യിലുള്ള സെനി, ഫുഡ്, മോസ്റ്റ്ലി എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ അതെല്ലാം ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് മര്യാദയ്ക്ക് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടില്ല. ഞങ്ങളുടെ മാസ്റ്റർ, ഞങ്ങളുടെ ചീഫ്, ഞങ്ങളുടെ കിങ് ബിഫലു, അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയും സ്വാതന്ത്ര്യവും തന്നത്. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടെ ഞങ്ങളുടെ ഈ മോഷണ തൊഴിൽ അത് ചെയ്യാനായിട്ട് സാധിച്ചത്. സോ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് ആവുകയാണ്. കൊട്ടു സമയമില്ല, ഒരുപാട് റോബറീസ് ഇനി നടത്താൻ ബാക്കിയുണ്ടെന്ന് പറയും. അതിലൊരു മുതലത്തലയനാണെങ്കിൽ ഇപ്പൊ ബുൽമയുടെ കൈ പിടിച്ച് വലിക്കും. കലി ഇളകിയ ബുൽമയാണെങ്കിൽ എന്റെ മുഖത്ത് ആഞ്ഞടിക്കും. അവനാണെങ്കിൽ വീണ്ടും ബുൽമയെ പിടിക്കാനായിട്ട് ശ്രമിക്കും. അവളാണെങ്കിൽ ഇപ്പൊ ഹാൻസം ബോയുടെ പേര് വിളിച്ച് നിലവിളിക്കുകയാണ്. അവനങ്ങനെ ചാടി വന്ന് ഇപ്പൊ മുതല തലയനെ ഇട്ടിച്ച് തെറിപ്പിക്കും. സോൾജിയേഴ്സ് ആണെങ്കിൽ അത് കണ്ട് മോർ ടെൻസ്ഡ് ആവും. അവരാണെങ്കിൽ അച്ചറും പൊച്ചറും ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ഷൂട്ട് ചെയ്യുകയാണ്. ഇതിലൊരു വില്ലൻ ആണെങ്കിൽ ഇപ്പൊ ഹാൻസം ബോയുടെ മുഖത്ത് ആഞ്ഞടിക്കും. ഇടികിട്ടി അവൻ തെറിച്ചു പോവും. അത് കണ്ട ലോഞ്ച് ആണെങ്കിൽ അവനെ ഇടിച്ച് വീഴ്ത്തുകയാണ്. ഹാൻസം ബോയ്ക്കാണെങ്കിൽ ദേഷ്യം കൂടും. ആ വില്ലന്മാരാണെങ്കിൽ അവിടുന്ന് ഭയന്നോടുകയാണ്. ലോഞ്ച് ആണെങ്കിൽ അവനോട് പറയും, നമ്മൾ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. അവൻ്റെ കാലിലേക്ക് നോക്കും. എൻ്റെ കാൽ ഇതുവരെ ആയിട്ട് ഹീലായിട്ടില്ല. ഓൾറെഡി നമുക്ക് മൊട്ടപ്പനെയും മാസ്റ്ററിനെയും കുഞ്ഞിപ്പയ്യനെയും നഷ്ടപ്പെട്ടു. ഇനിയും നഷ്ടപ്പെടാനായിട്ടാവില്ല. എന്തൊക്കെ സംഭവിച്ചിട്ടാണെങ്കിലും എത്രയൊക്കെ ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ആ ഒരു മോൺസ്റ്ററിനെ ഇല്ലാതാക്കിയേ പറ്റൂന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ ആ മോൺസ്റ്റർ അവനാണെങ്കിൽ അവന്റെ അസിസ്റ്റന്റുമായി അവൻ തകർക്കാൻ ഉദ്ദേശിച്ച ബുൽമയുടെ സിറ്റി അവിടേക്ക് പോകാനായി ഇപ്പോൾ അവരുടെ പേടകത്തിൽ കയറാൻ ഒരുങ്ങുകയാണ്. അടുത്ത നിമിഷം നമ്മുടെ മാർഷൽ ആർട്സ് മാൻ അവൻ അവിടേക്ക് കടന്നു വരും. നിനക്ക് വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. നിനക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് അത് കൊണ്ടുവന്നിട്ടുണ്ട്. നീ എത്രയും വേഗം താഴേക്ക് വരണം. ആ മോൺസ്റ്റർ ആണെങ്കിൽ അത് കേട്ട് ചിരിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. മാൻ ആണെങ്കിൽ നിർത്താതെ അവനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും. എന്തുപറ്റി, നിനക്കിപ്പോൾ ഭയം തോന്നുന്നുണ്ടോ? മര്യാദയ്ക്ക് താഴേക്ക് വാ. ആ മോൺസ്റ്റർ ആണെങ്കിൽ ചിരിച്ച്, നിനക്ക് മരിക്കാൻ ധൃതിയായെങ്കിൽ എനിക്കത് ചെയ്യാനായിട്ട് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പൊ ആ മോൺസ്റ്റർ ആണെങ്കിൽ താഴേക്ക് വരും. അപ്പൊ ദൂരത്തായി നമ്മുടെ ഗോക്കു ആണെങ്കിൽ സ്പീഡിൽ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ താഴേക്ക് ഇറങ്ങി നിൽക്കും. അതിനുശേഷം മാർഷൽ ആർട്സ് മാനെ വിളിക്കുകയാണ്. അവനും ഇപ്പൊ പതിയെ ഒന്ന് ലാൻഡായി അവന്റെ പവറുകൾ അതൊന്നുകൂടെ ആലോചിക്കും. അവൻ ട്രെയിൻ ചെയ്ത കാര്യങ്ങൾ കാണിച്ചു കൊടുത്തതും അതെല്ലാം ആലോചിച്ച് അവനാണെങ്കിൽ ഒരു സേഫ് ഡിസ്റ്റൻസ് അത് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. മോൺസ്റ്റർ ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, ഇതാണ് നിങ്ങൾ മനുഷ്യന്മാരുടെ കുഴപ്പം. നിങ്ങൾക്ക് എൽഡേഴ്സിനോട് ഒട്ടും തന്നെ റെസ്പെക്റ്റ് ഇല്ല. ഞാൻ നിന്നെ കഴിഞ്ഞു ഒരുപാട് എൽഡറല്ല. ആദ്യം നീ എന്നെ റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിക്കുക. സോ നിനക്ക് ഞാൻ ട്രയലായിട്ട് ഫൈറ്റ് ചെയ്ത് പഠിക്കാൻ ഒരാളെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ പവർ മുഴുവൻ ഉപയോഗിച്ച് ഇപ്പൊ അവന്റെ വയറ്റിലൂടെ ഒരു മുട്ട അത് വായിലൂടെ പുറത്തേക്ക് തുപ്പുകയാണ്. അത് കാണേണ്ട താമസം നമ്മുടെ മാർഷൽ ആർട്സ് മാൻ അവൻ ഞെട്ടും. അടുത്ത സെക്കൻഡ് ആ മുട്ട തകർന്ന് ഇപ്പൊ അതിൽ നിന്ന് മറ്റൊരു മോൺസ്റ്റർ പുറത്തേക്ക് വരികയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അത് കണ്ട് ഡബിൾ ഷോക്കാവും. ഈ മോൺസ്റ്റർ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഹായ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ഗോക്കു അവൻ ഉഷാറായി അവിടേക്ക് നിംബസിൽ കടന്നു വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സ്മീ വിത്ത് മല്ലു എപ്പിസോഡ്.